അലവി ഹാജി ജനപ്രഭ പുരസ്കാരം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ എടപ്പാളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇ.ടി. മുഹമ്മദ് ബഷീർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ചന്തപ്പറമ്പിൽ അലവി ഹാജിയുടെ പേരിൽ രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗങ്ങളിൽ ശ്രദ്ധേയനായ മകൻ മാണൂരിലെ CP ബാവഹാജി ഏർപ്പെടുത്തിയ അലവി ഹാജി ജനപ്രഭ പുരസ്കാരം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിക്ക് സമ്മാനിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളത്തിലും വടക്കേ ഇന്ത്യയിലുമടക്കം ഇ.ടി. മുഹമ്മദ് ബഷീർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറാത്തതിന്റെ പേരിൽ ബ്രിട്ടീഷ് പട്ടാളം കുതിരപ്പുറത്ത് കെട്ടിവലിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ആൻഡമാനിലേക്ക് നാടുകടത്തിയ ചന്തപ്പറമ്പിൽ മമ്മിയുടെ മകനാണ് അലവി ഹാജി. 1946 ബ്രിട്ടീഷ് പട്ടാളത്തിലെ സേവനം മതിയാക്കി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയായിരുന്നു പിന്നീട് അലവി ഹാജി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് വർഷം തോറും നൽകി വരുന്നതാണ് ജനപ്രഭ പുരസ്കാരമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 20 കുറ്റിപ്പുറത്തിനടുത്തുള്ള മാണൂരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുരസ്കാരം സമർപ്പിക്കും. നിയോജക മണ്ഡലത്തിന് പുറത്തും കേരളത്തിന് പുറത്തുമൊക്കെ തന്നെ നമുക്കറിയാം, ജാർഖണ്ഡ് പോലെയുള്ള ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് അവിടങ്ങളിലൊക്കെ തന്നെ നിർദ്ധരായ ആളുകളെ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ സഹായിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്. അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലീഡർഷിപ്പ് കൊടുക്കുകയും ഫണ്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടി അറിയുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ആവശ്യപ്രകാരം അത് ഈ നിയോജക മണ്ഡലത്തെ ബേസ് ചെയ്തുകൊണ്ട്, നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തണമെന്ന ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ആവശ്യം മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ക്രമീകരണം ഇതിന് വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അറിയപ്പെടുന്ന ഒരു വലിയ പത്രാധിപനാണ് അദ്ദേഹം. അവിടെ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രഭാഷണം ഉണ്ടായിരിക്കും. ഞങ്ങളത് ഇവരെല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് അതൊരു കോടീകരണം എന്ന നിലയ്ക്ക് കോടീകരിച്ച് മണ്ഡലത്തിൽ ചെയ്യാനുള്ള ഒരു ചാരിറ്റിയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത് ഓല ചുമരുള്ള വീട്, അതിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. ഓല ചുമരുള്ള വീട്, അതൊരു കണ്ണമാനൊന്നും നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല, ഒരാൾ കിട്ടി ഒരാൾ കിട്ടിയില്ല എന്നുള്ള ആശയവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓലച്ചുമരുള്ള വീടുകൾ എവിടെ ഉള്ളത് നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് വീടുകൾ അവിടെ വരണം നോക്കിയിട്ട് അതിന് സാമ്പത്തികമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് ഒന്ന്. പിന്നെ വെള്ളം തീരെ കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പഠിക്കാൻ പാകമില്ലാതെ, പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ പാകമില്ലാതെ നിൽക്കുന്നവരെ പഠിപ്പിക്കാനുള്ള മാർഗങ്ങൾ, പിന്നെ PTH ചെയ്യുന്ന ഈ കിടപ്പ് രോഗികളായവരെ ചികിത്സിക്കുന്ന പദ്ധതി, ഇത്തരം കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ വിതരണം, അതുപോലെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി കൊടുക്കൽ, സമൂഹ വിവാഹം, പിന്നെ വിധവകളായ സഹോദരിമാർക്ക് ഒരു പ്രത്യേക പെൻഷൻ പദ്ധതി, കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നു. അപ്പോൾ അതിനൊന്നും കൂടെ ജനകീയവൽക്കരിച്ച് കുറച്ചുകൂടെ സുതാര്യമായിട്ട് ചെയ്യണമെന്നുള്ള ബഹുമാനപ്പെട്ട ബാവഹാജിയുടെ ഒരു ആഗ്രഹമാണ് ഇതിന് കൂടുതൽ വിപുലപ്പെടുത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ CP ബാവഹാജി, M അബ്ദുള്ളക്കുട്ടി, പത്തിൽ അഷ്റഫ്, TP ഹൈദരലി, ഇബ്രാഹിം മുത്തൂർ, അയ്യൂബ് ആലുക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടപ്പാൾ.